സ്വാഗതം ശ്രീ കൊന്നി ഗോപകുമാർ. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സാമുദായിക സംഘടനകളുടെ വാക്കും ശക്തിയും പ്രബലമായി തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ സാമുദായിക സംഘടനകൾ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇന്നാരായിരിക്കും മുഖ്യമന്ത്രി, ഇന്നാരായിരിക്കും ഇന്ന മന്ത്രി എന്നൊക്കെ തീർച്ചപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതിപ്പോൾ നായർ സമുദായം മാത്രമല്ല, ഈഴവ സമുദായവും ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും ഇത്തരത്തിൽ ഒന്നിനൊന്ന് മത്സരമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള സമുദായങ്ങളുടെ ഇടപെടൽ ഒരു അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം, സമകാലിക ജനാധിപത്യം അല്ലെങ്കിൽ വർത്തമാനകാല ജനാധിപത്യം രണ്ട് അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തീരുമാനമെടുക്കുന്നത് ഒന്നുകിൽ പാണക്കാട്ട്, അല്ലെങ്കിൽ പെരുന്നയ്യ്, അതുമല്ലെങ്കിൽ കണിച്ചുകുളങ്ങര, പിന്നെ വിവിധ മത മേലധ്യക്ഷന്മാർ പലയിടത്തായിട്ടുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാർ ഈ മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയും കാണാൻ അവരുടെ തിണ്ണ നിരങ്ങുന്ന വൃത്തികെട്ട സമ്പ്രദായം അവസാനിച്ചെങ്കിലേ നമ്മുടെ ജനാധിപത്യം സർഗാത്മകമാവുകയുള്ളൂ. നമ്മുടെ ഭരണം നിഷ്പക്ഷവും നിർഭയവുമായി നമ്മുടെ സംസ്ഥാനത്ത് നടത്താൻ കഴിയുള്ളൂ. ഇത് വളരെ 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 നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ജാതിയും സമുദായവും കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പിന്നിലുള്ള ആളുകളുടെ എണ്ണം കാണിച്ച് ഈ സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലപേശി ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങിയാൽ എങ്ങോട്ട് പോകും നമ്മുടെ ജനാധിപത്യം? നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ നമുക്കറിയാവുന്നതാ, ആര് അധികാരത്തിലോട്ട് വരുമ്പോഴും ആദ്യം ഓടിയെത്തുന്നത് പെരുന്നയിലേക്ക് ഓടുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാണക്കാട്ടേക്ക് പോവുക, ഇത്തരത്തിൽ ആയി തീർന്നിരിക്കുന്ന ഒന്നാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്കൊന്ന് പണ്ട് തോപ്പിൽ ഭാസി ആണ് തോന്നുന്നു മത്സരിക്കുമ്പോൾ, അതെ അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു പെരുന്നയിൽ പോയി NSSൻ്റെ സെക്രട്ടറിയെ ഒന്ന് കാണണമെന്ന്. അന്ന് മന്നമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് തോപ്പിൽ ഭാസി എടുത്തു പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് സൗകര്യം കിട്ടുമ്പോൾ എന്നെ ഒന്നൊന്ന് കാണാൻ പറ എന്നാണ്. അങ്ങനെ ഒരു ചങ്കൂറ്റ ഇന്നിപ്പോൾ ആർക്കുണ്ട്? അതായത് തോപ്പിൽ ഭാസി കോന്നിയിൽ മത്സരിക്കുമ്പോഴാണ് ഈ സാർ പറഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്നത്. ഒളിവിലെ ഓർമ്മകൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇത് നന്നായിട്ട് പറയുന്നുണ്ട്. കോന്നി കുറച്ച് നായർ പ്രമാണിമാർക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ മത്സരിക്കുമ്പോൾ അവിടുത്തെ പ്രമാണിമാർ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആണ് പിന്താങ്ങുന്നത്. അപ്പോൾ നായർ സമുദായത്തിൻ്റെ ഒരു പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, അതായിരുന്നു വാസ്തവം. അവിടെ ചില പ്രമാണിമാർ, അവരുടെ കുടുംബപ്പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരെ അദ്ദേഹത്തെ ചെന്ന് പറഞ്ഞു ഭാസി പെരുന്നയിൽ പോയി മൂപ്പിലാനെ ഒന്ന് കാണണം. മൂപ്പിലാൻ പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ, അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം, അത് ആവശ്യമാണ്, നമുക്ക് ജയിക്കാൻ അത് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോഴേ തോപ്പിൽ ഭാസി പറഞ്ഞത്, അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവാണ്, എനിക്ക് അദ്ദേഹത്തെ പോയി കണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ജനങ്ങൾ എനിക്കിഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു സമുദായ നേതാവിനെ കണ്ട് വോട്ട് ചെയ്യുന്നത് അനാരോഗ്യകരമായ ഒരു കാര്യമാണ്, അതിന് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് ചെന്ന ആളുകളെ വളരെ നിരാശരാക്കി. അവർ നേരെ മന്നത്ത് പത്മനാഭൻ്റെ സമുദായാചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, തോപ്പിൽ ഭാസി ഭയങ്കര ധിക്കാരിയാണ്, ഇവിടെ വന്ന് പെരുന്നേ വന്ന് അങ്ങയെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അത് പറ്റില്ല, അങ്ങനെ ഒരാളിൻ്റെ ഒരു സമുദായ നേതാവിനെ കണ്ട് എനിക്ക് വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. എന്ത് വില കൊടുത്തും നമുക്ക് തോപ്പിൽ ഭാസി അവിടെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. അന്ന് മന്നത്തിൻ്റെ പ്രതികരണവും തോപ്പിൽ ഭാസിയുടെ പുസ്തകത്തിലുണ്ട്. മന്നം അത് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കണക്കാക്കണ്ട, ഭാസി നല്ല തന്തയ്ക്ക് പറഞ്ഞ നായരാണ്, അതുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. അയാൾ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയുള്ള ആളുകളെയാണ് വരേണ്ടത്. നല്ല ഇച്ഛാശക്തിയും ധീരതയുമുള്ള ആളുകളാണ് ഈ സമുദായത്തിൽ നിന്ന് വന്ന് വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടത്. സമുദായത്തിന് ഭാഷയെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും സാധിക്കേണ്ട കാര്യമില്ല. സമുദായത്തിന് നേടിയെടുക്കേണ്ട കാര്യം സമുദായത്തിന് അറിയാം, അതിന് ഭാഷയുടെ സഹായമൊന്നും വേണ്ട, അല്ലാതെ നമ്മളത് നേടിക്കൊള്ളാം. പക്ഷെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ള ധീരന്മാരാണ് നമുക്ക് ആവശ്യമെന്നാണ് മന്നം മറുപടി പറഞ്ഞതായിട്ട് തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ സഹിഷ്ണുതയോടെ കാര്യങ്ങൾ കാണാനും അതിനെ വിലയിരുത്താനും ധീരന്മാരായ നേതാക്കന്മാരെ അംഗീകരിക്കുവാനുമുള്ള വിശാലമായ മനസ്സുള്ള ആളുകൾ അന്ന് സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു.
ഇന്നത് മാറി. ഞാൻ പറയുന്നത് തൊപ്പിൽ ഫാസി അന്ന് പിന്നെ ജയിച്ചല്ലേ? തോപ്പിൽ പാസി ജയിച്ചു, പിന്നീട് അദ്ദേഹം മത്സരിച്ചില്ല. തോപ്പിൽ ഫാസിക്ക് അങ്ങനെ ഒരു മോഹമൊന്നും ഇല്ലല്ലോ. ഇല്ല, തോപ്പിൽ പാസി പിന്നെ മാറി, അദ്ദേഹം പിന്നെ നാടകം, സിനിമ ആ രംഗത്തേക്ക് പോയി. സത്യത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനകീയമാക്കുന്നതിൽ പങ്കുവഹിച്ച രണ്ടുപേരാണ്. ഒന്ന് തോപ്പിൽ പാസി, അദ്ദേഹത്തിന്റെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം കേരളത്തിലെ ഏറ്റവും കൂടുതൽ. അല്ല, മറ്റൊന്ന് പിന്നെ സാംബശിവനാണ്. സാംബശ്ശേരി കരുണാകരൻ പത്രാധിപരായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു അക്കാഡമിക് സപ്പോർട്ടാണ്. സാംബശിവൻ എല്ലാ CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗത്തിന് ശേഷം യോഗാനന്തരം സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പം അത് ആ ഒരു കാലഘട്ടത്തിലെ ഈ കമ്മ്യൂണിസം എന്ന ആശയം, അല്ലാതെ കേരളീയരെല്ലാം പിന്നെ കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒന്നും വായിച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായത്. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകാൻ, അവരുടെ സാമ്പത്തികമായ വളർച്ചയ്ക്ക്, അവരുടെ വികസനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ എത്തേണ്ടത് അനിവാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് ഈ രണ്ടുപേർക്കാണ്. പ്രധാനമായിട്ട് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഒതുക്കി നിൽക്കുകയല്ല, കലാരംഗത്ത് നിന്ന് രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തോപ്പിൽ പാസി അങ്ങനെ പറഞ്ഞപ്പോഴേ ഇത് പറഞ്ഞ വിശാലമായൊരു മനസ്സ് മന്നത്ത് ആചാര്യനുണ്ടായിരുന്നു എന്ന വസ്തുത നമ്മൾ മറക്കരുത്. അപ്പം ഈ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? നായർ മുഖ്യമന്ത്രി ഇന്നാരായിരിക്കും. നായന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേഷം കെട്ടി നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരെ ആയിരിക്കും ഇനിയിപ്പോൾ പെരുന്നയിൽ നിന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യവും. അതുപോലെ ഈ ബിഷപ്പ് ഹൗസിൽ പോവുക, ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലവാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പാണക്കാടേക്ക് പോവുക, ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ടു വന്നു കഴിഞ്ഞ് ഉടൻ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞ് നേരെ പാണക്കാടേക്കാണ് പോയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കൗണ്ട് ഡൗണിൻ്റെ തുടക്കമാണത്. സന്ദീപ് വാര്യർ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഇന്നലെ വരെ അയാൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞ ഒരു ആളായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നപ്പോൾ KPCC ഓഫീസിലല്ലേ പോകേണ്ടത്. അദ്ദേഹം പോയി രണ്ടുപേരെയാണ് കണ്ടത്, പാണക്കാട് തങ്ങളെയും ജെഫ്രി മുത്തുക്കോയ തങ്ങളെയും. അപ്പോൾ അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് സന്ദീപ് വാര്യരെങ്കിൽ അവരെയാണ് മുത്തുക്കോയ തങ്ങൾ കേരളത്തിലെ മതേതരത്തിൻ്റെ പ്രതീകമാണെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അപ്പോൾ ഈ അധപ്പതിക്കാൻ തുടങ്ങിയ പിന്നെ ആർക്കും എന്തും പറയാമല്ലോ, അതിനകത്ത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ UDF എന്ന് പറയുന്നത് ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് പാണക്കാട് തങ്ങൾ എന്ന് വരുന്നത്, അതല്ലെങ്കിൽ പെരുന്നയിലെ അഭിനവ പോപ്പ്, അദ്ദേഹം സ്വയം പ്രഖ്യാപിത പോപ്പാണ്. കേരളത്തിലെ നായർ സമുദായത്തിന് മാത്രമേ അത്ര ഒരു മഹാഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. സ്വയം പ്രഖ്യാപിത പോപ്പ് അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞാൽ ആര് വോട്ട് ചെയ്യത്തില്ലെന്നുള്ളത് കാര്യം ഈ വിട്ടികളായ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല. അദ്ദേഹം പറയുന്നവർക്കല്ല നായർ സമുദായം വോട്ട് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടാണ്. പിന്നെ അതല്ലെങ്കിൽ കണിച്ചുകുളങ്ങരെ പോയി പറയുക, അതല്ലെങ്കിൽ ഈ ബിഷപ്പുമാരെ കാണുക. ഇതൊക്കെയുള്ള പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവരെയൊക്കെ അനാവശ്യമായി ഈ ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് അവരുടെ വിനീത വിധേയരായി ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നിൽക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് വരുന്നൊരു തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? വളരെ തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സമുദായ നേതാക്കന്മാരുടെ തിണ്ണതിരങ്ങാനും മതമേലധ്യക്ഷന്മാരുടെ കൈമുത്താനും പാണക്കാട് അല്ലെങ്കിൽ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ സൗജന്യങ്ങൾ സ്വീകരിക്കാനും പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ അകറ്റി നിർത്തണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ആവശ്യം. അല്ലാതെ ഇവരുടെ പിന്നാലെ നടക്കുന്ന, അവരുടെ വാൽനക്ഷത്രമായി നടക്കുന്ന ഒരു പറ്റം ആളുകളെ അല്ല കേരള രാഷ്ട്രീയത്തിൽ ആവശ്യം. അത് കേരളം തിരിച്ചറിയാതെ നമ്മുടെ ജനാധിപത്യം ഉദാത്തമായ ഒരു സംവിധാനമായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെയാണ് SNDPയും ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ്സുകാരാണ് ഈ കൂടുതലായിട്ടും ഇത്തരത്തിൽ ഈ സമുദായ സംഘടനകളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ. അല്ല, അത് ശരിയാണ്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യമുണ്ട് എന്നൊക്കെ അവർ പറയുമെങ്കിലും അവരാണ് ഈ സമുദായ സംഘടനാ നേതാക്കന്മാരെ പോയി കാണാനായിട്ട് ഇവിടെ അവിടെ ഈ തിരക്ക് കൂട്ടുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഈ പെരുന്നയിലും കണിച്ചുകുളങ്ങനെയൊക്കെ പോകുന്നതിനകത്ത് BJPക്കാരും ഉണ്ട്. ഏറ്റവും വലിയ രസം വെച്ചാൽ ഇവരവിടെയൊക്കെ പോയി കറങ്ങുന്നുള്ളതല്ലാതെ അതുകൊണ്ട് അവർക്കൊരു പ്രയോജനം കിട്ടിയിട്ടുമില്ല. സ്വല്പം അതിനകത്തുനിന്ന് മാറി നിൽക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായ അപജയം അതല്ല, മറ്റു ചിലതാണ്. ഇവിടെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും UDFും LDFും BJPയും ഒക്കെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നം മുന്നിൽ നിർത്തി
ജനകീയ വിഷയങ്ങളെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. അതല്ലാതെ ഇത്തരം സമുദായ പ്രമാണിമാരുടെ പുറകെ പോകുന്ന വൃത്തികെട്ട ഒരു സമ്പ്രദായം അവസാനിപ്പിക്കാൻ എല്ലാവരും ഒരുപോലെ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യം ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ വരികയുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാവുകയുള്ളൂ. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.